ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ഫ്രം ആംസ്റ്റർഡാം. ഇത് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻസ് ആണ് കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കരുതി. അത് മാത്രമല്ല, ഇന്നലെയൊക്കെ നമ്മൾ കുറേ നടന്നിട്ടൊക്കെ വന്നിട്ട് നല്ല ക്ഷീണവും നല്ല വിശപ്പും ഉണ്ട് രാവിലെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് പുറത്ത് പോയി വേറെ ഷോപ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാം ഇങ്ങനെ രാവിലെ ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു 2 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. ആംസ്റ്റർഡാം സ്ലോഡ്രിച്ച് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം നമ്മളൊരു ഡബിൾ ഡെക്കർ ട്രെയിനിനകത്ത് കയറി സാൻഡാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഡബിൾ ഡെക്കർ ബസ്സിനകത്തൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഡബിൾ ഡെക്കർ ട്രെയിനിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആംസ്റ്റർഡാം സ്ലോഡ്രിച്ച് സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് സാൻഡാം സ്റ്റേഷനിലെത്തി. ആംസ്റ്റർഡാം സ്ലോഡ്രിച്ച് എന്ന് പറഞ്ഞ ഒരു ഡേ പാസ് എടുത്തേക്കാണ് €21. കാരണം അവിടെ നിന്ന് നമ്മളിന്ന് പോകുന്നത് സാൻസി ഷാൻസ് എന്ന് പറയുന്ന വിൻഡ് മിൽസ് കാണാനായിട്ടാണ്. അവിടെ നിന്ന് 18 മിനിറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആംസ്റ്റർഡാം സെൻട്രലിൽ പോകണം. സെൻട്രലിൽ നമ്മൾ അവിടെ കുറേ സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ നമ്മളൊരു ഡേ ടിക്കറ്റ്, ഒരു ഫുൾ ഡേ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട്, ട്രെയിൻ യൂസ് ചെയ്യാം, ട്രാം യൂസ് ചെയ്യാം, ബസ് യൂസ് ചെയ്യാം, അതെല്ലാം കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് €21 ടിക്കറ്റ് എടുത്തു. ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സാൻസി ഷാൻസ് എന്ന് പറയുന്ന സ്ഥലം ഒരു 18 മിനിറ്റ്സ് ട്രാവൽ ഉള്ളതുകൊണ്ടാണ് അതിന് കുറച്ച് പൈസ കൂടുതലാവുന്നതുകൊണ്ടാണ് നമുക്ക് €21 ആയത്. അല്ല, നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ തന്നെയുള്ള ടിക്കറ്റുകളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, ഡേ ടിക്കറ്റ് എടുക്കണമെങ്കിൽ €9 ആവുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. എല്ലായിടത്തേക്കും യൂസ് ചെയ്യാം. ബസ്സോ ട്രാമോ എല്ലാ ട്രാൻസ്പോർട്ടും യൂസ് ചെയ്യാം. കൺവീനിയൻ്റ് ആയിട്ട് ഡേ ടിക്കറ്റ് എടുക്കാനായിട്ട് ഓർക്കുക. കാരണം ഓരോ പ്രാവശ്യം റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒത്തിരി നഷ്ടം വരും. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ നല്ല വെയിൽ കാണിക്കുന്നുണ്ട്. നല്ല സണ്ണിയാണ് പുറത്ത്. പക്ഷേ ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നല്ല വെയിൽ വരുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളായിരിക്കും. ഇന്നലെ ചെറിയ മഴ ഇല്ലെങ്കിലും നമ്മൾ വലിയ കാര്യമായിട്ട് അഫക്റ്റ് ഒന്നും ചെയ്തില്ല. നമ്മൾ ഹോട്ടലിലോട്ട് പോയ സമയത്താണ് നമുക്ക് കുറച്ച് മഴയൊക്കെ കിട്ടിയത്. അത് കഴിഞ്ഞ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒട്ടും തണുപ്പില്ലാതെ. അപ്പോൾ സാൻസി ഷാൻസ് എന്ന് പറയുന്ന ഈ ഡച്ചുകാരുടെ വിൻഡ് മിൽസ്, ഹിസ്റ്റോറിക്കൽ വിൻഡ് മിൽസ് എന്ന് പറയുന്നത് ഇരിക്കുന്നത് സാൻഡാം എന്ന് പറയുന്ന ഡച്ച് ടൗണിൻ്റെ തൊട്ടടുത്ത് നൈബർഹുഡിലായിട്ടാണ് ഇതിരിക്കുന്നത്. അവിടെ ഒത്തിരി ഗ്രീൻ വുഡൻ ഹൗസസും അതുപോലെ ഒത്തിരി ഡച്ച് ഹിസ്റ്ററി കാണിക്കുന്ന വിൻഡ് മിൽസും ആണുള്ളത്. അപ്പോൾ സാൻഡാം എന്ന് പറയുന്ന ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ മാറി കയറി സാനി ഷാൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് കളിയും ചിരിയും തുടങ്ങിയപ്പോഴത്തേക്കും സാനി ഷാൻസ് എന്ന് പറയുന്ന സ്ഥലം എത്തി. സാൻഡാം എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റിൽ താഴെ എടുത്തിട്ടുണ്ടാവുള്ളൂ സാനി ഷാൻസിലോട്ട് എത്താനായിട്ട്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ വലിയൊരു മാപ്പ്. നമ്മുടെ കൂടെ വന്ന ടൂറിസ്റ്റുകൾ അവിടെ മാപ്പ് അരച്ച് കലക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും കൂടുതൽ നേരം ആ മാപ്പിൽ നോക്കി പഠിക്കാനൊന്നും പോയില്ല. സാൻസി ഷാൻസ് സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ മാപ്പൊക്കെ കണ്ടു. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഒരു ഗ്രൂപ്പ് ആളുകൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവരെ ഫോളോ ചെയ്ത് പോവുകയാണ്. കാരണം കുറച്ച് ദൂരം വാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത് കാണാനായിട്ട്. ഇവിടെ ഒരു മാനുഫാക്ചർ ഫാക്ടറി, അതായത് അടുത്ത് തന്നെ ചോക്ലേറ്റ് ഫാക്ടറി, പിന്നെ ചീസിൻ്റെ ഫാക്ടറി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടെ കാണാനുണ്ട്. സ്റ്റേഷനിൽ നമുക്കൊരു 15 മിനിറ്റ് നടക്കാനുണ്ട് സാനി ഷാൻസിലോട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആ വാളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡച്ച് ഹിസ്റ്ററി പറയുന്ന പിക്ചറുകളൊക്കെ കാണാം. സാനി ഷാൻസിന് അടുത്ത് തെറായപ്പോഴത്തേക്കും ദൂരേന്നേ തന്നെ നമ്മൾ വിൻഡ് മില്ലൊക്കെ കണ്ടു തുടങ്ങി. വിൻഡ് മില്ലുകൾ മാത്രമല്ല, വുഡൻ ഹൗസസും ഒക്കെ കാണാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തൊരു മണമായിരുന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ മണമുള്ളൊരു സ്ട്രീറ്റ്. നമ്മൾ ആ ബ്രിഡ്ജിലെത്തിയത് കറക്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല രസകരമായൊരു കാഴ്ച കാണാൻ പറ്റി. ആകാശത്തിലേക്ക് പൊങ്ങി നിൽക്കുന്ന വലിയ കവാടം പോലെ തോന്നിക്കുന്ന 2 ഡോറുകളുണ്ടോ. അതിപ്പോൾ ആ റിവറിൽ നിന്ന് പൊങ്ങി വന്നതാണ്. ഈ സാൻസി ഷാൻസ് എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് കൂടെ പോകുന്ന റിവറാണ് സാൻസ് റിവർ. ഈ സാനി ഷാൻസ് എന്നുള്ള പേരുണ്ടായത് തന്നെ ഈ സാൻസ് റിവറിൽ നിന്നാണ്. അപ്പോൾ അതുവഴി കൂടെ ഒരു വലിയ കപ്പൽ, ഒരു ക്രൂയിസ് കപ്പൽ അതുവഴി കൂടെ കടന്നു പോയപ്പോഴാണ് ഈ കവാടം ഇങ്ങനെ പൊങ്ങി മുകളിലോട്ട് വന്നത്. ആ ഷിപ്പ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തതും ആ കവാടം തിരിച്ച് റിവറിലേക്ക് തന്നെ താന്നും പോയി. ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, എന്തോ ഒരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട്. ഒരു കൺട്രി സൈഡിൻ്റെ എല്ലാ മനോഹാരിതയും ഒത്തുചേർന്ന ഒരു സ്ഥലം. വെറുതെ അല്ല, ഈ സാനി ഷാൻസ് നെതർലാൻഡ്സിൻ്റെ ഒരു യൂണീക്ക് പ്ലേസ് ആണെന്ന് പറയുന്നത്. സാൻസി ഷാൻസ് ഈ വിൻഡ് മില്ലിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ ഹൗസസ്. ഇടയ്ക്ക് ഈ അതായത് റിവറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഹൗസസ്. അതിൻ്റെ നടുക്കായിട്ട് വിൻഡ് മില്ലും വരും. അപ്പോൾ എന്ത് രസമാണ്, ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. പല കളറുകൾ, വിൻഡ് മില്ലിനാണെങ്കിൽ പല ഓറഞ്ച് കളർ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണം. പിന്നെ ചിലത് ഗ്രീൻ കളറിലുള്ളതുണ്ട്. ഒരു സൈഡിൽ ഗ്രീൻ കളറിലുള്ള ഹൗസ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ആൻഡ് ഗ്രേ കളറും കൂടെ ചേർന്നിട്ടുള്ള ഹൗസും കാണാം. ഭയങ്കര ഭംഗി കാണാനായിട്ട്. നമ്മൾ ഈ വിൻഡ് മില്ലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും
എന്തൊരു മണം അറിയുമോ? ചോക്ലേറ്റിൻ്റെ നല്ല മണം, ഭയങ്കര മണം കേട്ടോ, ചോക്ലേറ്റിൻ്റെ മണം. ഇന്നലെ ആണെങ്കിൽ നമ്മൾ പോയ സ്ഥലത്ത് മുഴുവൻ കഞ്ചാവിൻ്റെ മണമായിരുന്നു, നടന്ന് പോയ സ്ട്രീറ്റിൽ മൊത്തം. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ മണം അടിച്ച് അകത്തേക്ക് കയറുന്നു. നമ്മൾ ബ്രിഡ്ജ് കയറി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സാൻസി ഷാൻസിൻ്റെ എൻട്രൻസ് ആയി. സാൻസി ഷാൻസിന് വിസിറ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും നമ്മൾ എൻട്രൻസ് ഫീ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സാൻസി ഷാൻസ് എക്സ്പ്ലോർ ചെയ്യാം. സാൻസി ഷാൻസിനെ ഒരു ഓപ്പൺ എയർ മ്യൂസിയം എന്ന് തന്നെ പറയാം. 17th and 18th സെഞ്ച്വറിയിൽ ഡച്ച് ഹിസ്റ്ററി കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സാൻസി ഷാൻസിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ എൻട്രൻസ് തൊട്ട് തന്നെ ധാരാളം ഗ്രീൻ കളറിലുള്ള വുഡൻ ഹൗസസ് ആണ്. വുഡൻ ഹൗസസ് കൂടാതെ കുറേ വിൻഡ് മിൽസും ഉണ്ട്. അപ്പോൾ ഈ വുഡൻ ഹൗസിനകത്തുള്ളത് ഷോപ്സും മ്യൂസിയം ഒക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ എൻട്രൻസ് ഫീസ് ഒന്നും നമുക്കില്ലെങ്കിലും ഈ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ സാൻസി ഷാൻസ് വന്നിട്ട് നെതർലാൻഡ്സിലെ നോർത്ത് ഹോളണ്ടിലാണ് ഇരിക്കുന്നത്. ഹോളണ്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് തന്നെ ലാൻഡ് ഓഫ് വുഡ് എന്നാണ്. അത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലായിടത്തും ഒരു വുഡ് മയം നമുക്ക് കാണാം. നെതർലാൻഡ്സിൽ ശരിക്കും 12 പ്രൊവിൻസസ് ആണുള്ളത്. ആ പ്രൊവിൻസസിനകത്ത് 2 പ്രൊവിൻസ് കൂടി ചേർന്നാണ് ഈ നോർത്ത് ഹോളണ്ട് എന്ന് പറയുന്നത്. അതായത് ന്യൂഡും സുഡും, അങ്ങനെ 2 പ്രൊവിൻസും കൂടെ ചേർന്നാണ് ഈ നോർത്ത് ഹോളണ്ട്. ഇവിടെയുള്ള വുഡൻ ഹൗസസിനകത്ത് ഒന്ന് ആൽബർട്ട് ഹൈൻ മ്യൂസിയം വിത്ത് ഷോപ്പാണ്. അതിനകത്ത് ഡച്ചുകാർ 17th and 18th സെഞ്ച്വറിയിൽ യൂസ് ചെയ്തിരുന്ന ഗ്രോസറീസും അതുപോലെ ഈ ആൽബർട്ട് ഹൈൻ എങ്ങനെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് നിരയിലേക്ക് എത്തിച്ചേർന്നതെന്നൊക്കെ ഉള്ളൊരു ഹിസ്റ്ററിയാണ് ആ മ്യൂസിയത്തിനകത്ത് നമുക്ക് കാണാനുള്ളത്. ആൽബർട്ട് ഹൈൻ എന്ന് പറയുന്നത് ഡച്ചിലെ ഒരു ഫേമസ് പേഴ്സണാണ്. അദ്ദേഹം 21ാമത്തെ വയസ്സിൽ ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ നെതർലാൻഡ്സിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിൻ തന്നെ ആൽബർട്ട് ഹൈൻ്റെ പേരിലുണ്ട്. അതായത് ഏകദേശം 700ഓളം വരുന്ന സൂപ്പർ മാർക്കറ്റ് ഷോപ്പുകളാണ് നെതർലാൻഡ്സിൽ ആൽബർട്ട് ഹൈൻ്റെ പേരിലുള്ളത്. നമുക്ക് സാൻസി ഷാൻസിനകത്ത് ഒരു 10-13 വിൻഡ് മില്ലുകൾ കാണാൻ പറ്റും. അതിനകത്ത് ഒരു 3-4 എണ്ണം ഇപ്പോഴും നല്ല രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നവയാണ്. നമ്മൾ ഈ കാണുന്ന വിൻഡ് മില്ലുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നതല്ല. ഈ സാൻസി ഷാൻസിലേക്ക് അവർ വിൻഡ് മില്ലുകൾ പല സ്ഥലത്തു നിന്നായിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഈ വിൻഡ് മില്ലുകളെ പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ പല സ്ഥലത്തു നിന്നായിട്ട് ഇവിടെ വിൻഡ് മില്ലുകൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അവരിത് യൂസ് ചെയ്തിരുന്നത് ഓയിൽ എടുക്കാനൊക്കെ ആയിട്ട്, അതായത് റാപ്സീഡ് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ, അങ്ങനെയൊക്കെ ഓയിൽ എടുക്കാനും വുഡ് സോ ചെയ്യാനും പെയിൻറ് ഉണ്ടാക്കാനും ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. സാൻസി ഷാൻസ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഒരിക്കലും മടുക്കാത്ത രീതിയിൽ നല്ല സീനിക് ബ്യൂട്ടി അതിനുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ് കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ്. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലേസ്, കാണാനായിട്ടാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും അത്രയ്ക്ക് സീനിക് ബ്യൂട്ടി ഉള്ളൊരു പ്ലേസ്. അതിമനോഹരമായ സാൻഡ് റിവറിലൂടെ വിൻഡ് മില്ലുകൾക്ക് അടുത്തൂടെ നമുക്കൊരു ബോട്ട് യാത്ര നടത്തണമെങ്കിൽ അതും നമുക്കിവിടെ ചെയ്യാം. എൻ്റെ മണം, ചോക്ലേറ്റിൻ്റെ പീനട്ടിൻ്റെ മണം, അടിപൊളി. സൂപ്പർ കൊക്കോയ പൗഡർ ഇരിക്കുന്നു കേട്ടോ, ട്രൂ ഗോൾഡ് കൊക്കോയ പൗഡർ. വിൻഡ് മില്ലിൻ്റെ അടുത്തെത്തി, നമ്മൾ തൊട്ടടുത്ത്. എല്ലാവരും പാട്ട് കേൾക്കണ്ടോന്നറിയില്ല, ഭയങ്കര പാട്ട് അവിടെ. ഈ കാറ്റാടി യന്ത്രം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കാറ്റാടി തണലും പാട്ട് പാടി നടക്കുന്ന ഞങ്ങളുടെ പെൺകുട്ടികൾ. കണ്ടപ്പോൾ ഇങ്ങടി ചിന്നാരം. സയൻസ് മ്യൂസിയം കണ്ടോ? ആ പാടത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് സയൻസ് മ്യൂസിയം ഇരിക്കുന്നത്. അവിടെയും കൂടെ പോകാനുണ്ട് നമുക്ക്. 600-ൽ പരം ആക്റ്റീവ് വുഡൻ വിൻഡ് മില്ലുകളാണ് പണ്ട് ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വിൻഡ് മില്ലുകളെല്ലാം അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും റീകൺസ്ട്രക്ഷനും റീബിൽഡിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. ഈ വിൻഡ് മില്ലിൻ്റെ ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ വിൻഡ് മില്ലിൻ്റെ പേരാണ് ഡി കാറ്റ് എന്ന് പറഞ്ഞാൽ ദ കാറ്റ് എന്നാണ് മീനിങ്. അപ്പോൾ ഈ വിൻഡ് മില്ല് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ പെയിൻറ്റിൽ യൂസ് ചെയ്യുന്ന കളർ പിഗ്മെൻറ്റേഷനൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന വിൻഡ് മില്ലാണിത്. ഈ വിൻഡ് മില്ലിൻ്റെ താഴെ ചെറിയൊരു ഷോപ്പുണ്ട്. പിന്നെ ഇത് മ്യൂസിയം. ഇതിൻ്റെ മുകളിൽ പോയിട്ട് വിൻഡ് മില്ലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ പനോറമിക് വ്യൂ നന്നായിട്ട് കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറണം. ഇത് കൂടാതെ സ്പൈസസ് ഗ്രൈൻഡ് ചെയ്യുന്ന വിൻഡ് മില്ലുകൾ നമുക്ക് കാണാം. നമ്മൾ തൊട്ടടുത്ത് കണ്ട ഹൗസസ്, ഇതുപോലത്തെ വുഡൻ ഹൗസുകൾ, ഗ്രീൻ വുഡൻ ഹൗസുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കോഫിയുടെയും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെയും ഒക്കെ മണമായിരുന്നെങ്കിൽ നമ്മളിവിടെ വന്നപ്പോൾ വേറൊരു വുഡൻ ഹൗസ് ഞാൻ കാണിച്ചു തരാം. അവിടെ വന്നപ്പോൾ നല്ല ചീസിൻ്റെ മണമായിട്ട് പറഞ്ഞേ. ചീസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അടുത്ത അതുപോലെ തന്നെ വേറൊരു വുഡൻ ഹൗസിൻ്റെ നമുക്ക് അതിനകത്തും കൂടെ കയറി ഇറങ്ങാം.
ഒറിജിനൽ ഷേപ്പാട്ടോ. അയ്യോ ശരിക്കും ഒറിജിനൽ പോലും വെല്ലണ ഷേപ്പ് കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ച ഒറിജിനൽ ഷേപ്പായിരിക്കും. ആ ശരിക്കും ഒറിജിനാലിറ്റി ഉണ്ടല്ലേ, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. മിൽക്കിങ്ങിൻ്റെ സൗണ്ടൊക്കെ ശരിക്കും കേൾക്കാം കേട്ടോ. ശരിക്കും ആ എഫക്റ്റ് കൊടുത്ത് തന്നെ ചെയ്തേക്കുന്നു. ഒത്തിരി ചീസ് മേടിക്കേണ്ടവർക്ക് പല വെറൈറ്റി ചീസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തൊക്കെ വെറൈറ്റിയാണെന്ന് നോക്കിയാൽ നല്ല ഒറിജിനൽ ചീസ് ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി പേര് ഇത് ഇവിടെ ചീസ് മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. ചീസ് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഒത്തിരി പേര് ഇവിടെ ചീസ് ട്രൈ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പല വെറൈറ്റിയിലുള്ള ചീസ് ഇവിടെ ട്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഇത് പംകിൻ ചീസ്. പംകിൻ ചീസ്. ഇത് വന്നിട്ട് കോക്കനട്ട് ചീസാണ്. Like to try this one? Is this fenugreek cheese? Yeah. ഇത് വന്നിട്ട് ഫെനുഗ്രീക്ക് ചീസ് ആട്ടോ. ഓരോന്നിനും ഡിഫറെൻറ്റ് ടേസ്റ്റ് കേട്ടോ. പല ചീസിനും പല ടേസ്റ്റ്. പംകിൻ ചീസ് തൊട്ട് എല്ലാ തരത്തിലും പംകിൻ ചീസ്, ഫെനുഗ്രീക്ക് ചീസ്, അങ്ങനെ പലതരത്തിലുള്ള ചീസ് ഉണ്ട്. പലതിനും പല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടേസ്റ്റ് ചെയ്താന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പം. ഒരു കൊച്ചു ബ്രിഡ്ജിൽ കൂടെ വേണം നമുക്ക് പാസ് ചെയ്യാനായിട്ട്. തൂക്കുപാലം പോലെ ഇരിക്കുന്നു കേട്ടോ. എന്നാൽ ഇവിടെ ഒരു കൊച്ചു ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കാം, ടീ കുടിക്കാം, കോഫി കുടിക്കാം. ടുലിപ്സ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ടുലിപ്സ് ഗാർഡൻ ഉണ്ട്, അതുകൊണ്ടാണ് എല്ലായിടത്തും എന്നാലും ടുലിപ്സ് ഉണ്ട്. നമ്മൾ ഇന്നലെ കയറിയ കുറേ സൊവനിയർ ഷോപ്പിനകത്ത് ഇതെല്ലാം സെയിം തന്നെ ഉണ്ടായിരുന്നു. വീവേഴ്സ് ഹൗസ്. ഓക്കെ, ഇതാണ് വീവേഴ്സ് ഹൗസ്. വീവേഴ്സ് ഒരു ഷോപ്പാട്ടോ. നമുക്ക് ഇവിടെ കുറേ കൊച്ചു കൊച്ചു ഷോപ്പുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീവേഴ്സ് മ്യൂസിയം അങ്ങനെ ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ വീവേഴ്സിൻ്റെ അത് നേരത്തെ വീവി ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ കാണണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സയൻസ് മ്യൂസിയം കാണാനായിട്ട് എന്തോരം പേരെ വന്നിരിക്കുന്നത് നോക്കി. ശരിക്കും ബസ്സിൽ ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. സയൻസ് മ്യൂസിയത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെയും താഴെ ഒരു മ്യൂസിയത്തിൻ്റെ താഴെ ഒരു ഷോപ്പുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ആൻഡ് ബിസ്ക്കറ്റ് ഫാക്ടറി ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണാനുള്ളത്. ഇവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് ചിലവഴിക്കാനുണ്ട്. നമുക്ക് ഈ സാനി ഷാൻസിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഹാഫ് ഡേ കൂടുതൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. നമ്മൾ നടന്ന് കറങ്ങി എല്ലാ ആ കണ്ട വുഡൻ ഹൗസസിനകത്തൊക്കെ കയറി ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് നിയർലി ഹാഫ് ഡേ കൂടുതൽ ചിലപ്പം എടുക്കും. ഇനിയിപ്പോൾ ഈ മ്യൂസിയത്തിനകത്ത് കയറണമെങ്കിലും സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കറങ്ങി തീർക്കണം. കാരണം നമ്മൾ ഒരു 2 days പ്ലാനിനൊക്കെയാണ് വരണമെങ്കിൽ നമുക്ക് എല്ലായിടവും ഒന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. ഇതുപോലെ കുറേ സ്ഥലങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞ് അങ്ങനെയൊക്കെ പോകാൻ നല്ലത്. എല്ലാം മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് ഓഫ് ടൈം ആയി പോകും. അടിപൊളി ഷൂസ് എല്ലായിടത്തും കാണാം കേട്ടോ. എല്ലാ സോവനിയർ ഷോപ്പുകളിലും നമുക്ക് കാണാം. നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്നത് വുഡൻ ഷൂസ് ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഹൗസാണ്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ വുഡൻ ഷൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആംസ്റ്റർഡാമിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ചെന്ന് നോക്കിയാലും, ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാവട്ടെ ഹോട്ടലിലാവട്ടെ, നമ്മൾ ഈവൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി കാണുന്നതാണ് ഈ വുഡൻ ഷൂസ്. അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതായത് ഡച്ചുകാർ 17ാമത്തെയും 18ാമത്തെയും ഒക്കെ സെഞ്ചുറിയിൽ ഡച്ച് വർക്കേഴ്സ് യൂസ് ചെയ്തിരുന്ന ഷൂസാണ് ഈ വുഡൻ ഷൂസ്. ഈ വുഡൻ ഷൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ച് വർക്കേഴ്സ് അവരുടെ വർക്കിന് അനുസൃതമായ രീതിയിൽ പല തിക്നെസ്സിലും ഷേപ്പിലും സൈസിലും ഒക്കെയാണ് ആ വുഡൻ ഷൂസ് ഉണ്ടാക്കിയിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ച് വർക്കേഴ്സ് അവരുടെ കാലുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ഷൂസാണ് ഈ വുഡൻ ഷൂസ്. ഈ വുഡൻ ഷൂസിനെ അവർ ക്ലോക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ വുഡൻ ഷൂസ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ സമയം എടുക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി?
ഒരു വർത്തായിരുന്നു അല്ലേ, കാണാൻ വർത്തായിട്ടുള്ളൊരു പ്ലേസ്, ഭയങ്കര മനോഹരമായ ഒരു സ്ഥലം എന്ന് ഞാൻ പറയാം. ഗേൾസിന് ഓണം തട്ടിയിട്ട് വിൻഡിമിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങേണ്ട സന്തോഷം ആ മുഖത്ത് കാണാനുണ്ട്. നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ഗേൾസൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്കൊരു കോളേജ് ലൈഫൊക്കെ തിരിച്ച് വന്ന ഒരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. നമ്മൾ അപ്പം എങ്ങോട്ടാ പോണേ തിരിച്ച്? ലക്ഷറി ട്രെയിൻ, ഞങ്ങൾ ഓരോരുത്തർ നല്ല അടിപൊളി കുഷ്യൻ്റെ ട്രെയിന്. ഞങ്ങൾ സ്ലോ ഡ്രിക്കിൽ നിന്നപ്പോൾ തന്നെ നമ്മൾ ഡബിൾ ഡെക്കർ ട്രെയിൻ കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹമായിരുന്നു ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറണമെന്ന്. അങ്ങോട്ട് പോയപ്പോഴും നമുക്ക് ഡബിൾ ഡെക്കർ ട്രെയിൻ കിട്ടി, ഇങ്ങോട്ട് പോയപ്പോഴും ഡബിൾ ഡെക്കർ ട്രെയിനിൽ. നമുക്കിനി നേരെ തിരിച്ച് ഹോട്ടലിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് നമുക്ക് വീണ്ടും ആംസ്റ്റർഡാം സെൻറ്ററിൽ പോകാനുണ്ട്. കാരണം നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തൊട്ടടുത്ത് തന്നെ ആ ഹോട്ടൽ കിട്ടിയത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകണ വഴിക്ക് എന്താണെങ്കിലും നമ്മുടെ ആ ഹോട്ടലിൻ്റെ ആ സ്റ്റോപ്പ് ടച്ച് ചെയ്യാതെ ആംസ്റ്റർഡാം സെൻറ്ററിൽ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് ആംസ്റ്റർഡാം സെൻറ്ററിൽ പോകണം, ഇനി ബാക്കി കാഴ്ചകൾ കാണണം. അപ്പോൾ വീണ്ടും സ്റ്റേ ട്യൂൺഡ് ഓൺ. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ദിസ് ഇസ് അഞ്ജു സൈനിങ് ഓഫ് ഫ്രം ആംസ്റ്റർഡാം.